നമസ്കാരം ഫ്രണ്ട്സ്, ഗരം മസാലയുടെ പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഓണം ആവാനായി ഇനി ഒരുപാട് സമയമൊന്നുമില്ല. ഓണത്തിന് ഏത് പായസം ഉണ്ടാക്കുന്നതായിരിക്കും പലരും ചിന്തിക്കുന്നത്. പാലട തന്നെയാണ് ഓണത്തിലെ പായസങ്ങളിൽ കെങ്കേമം. പ്രത്യേകിച്ചും പിങ്ക് പാലട സ്റ്റാർ തന്നെയാണ്. ഇതിനു മുൻപ് നമ്മുടെ ചാനലിൽ പ്രഷർ കുക്കറിൽ ഉണ്ടാക്കിയിട്ടുള്ള പിങ്ക് പാലടയുടെ റെസിപ്പി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്നാൽ ഇന്നത്തെ നമ്മുടെ റെസിപ്പി കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ളത് കേട്ടോ. വേറൊന്നുമല്ല, പിങ്ക് കളർ പാൽപ്പായസമാണ്. നുറുക്ക് ഗോതമ്പ് ഉപയോഗിച്ചിട്ടുള്ള പാൽപ്പായസം. കാണുമ്പോഴും കഴിക്കുമ്പോഴൊക്കെ പാലടയാണെന്ന് തന്നെ തോന്നും. അത്രയും ടേസ്റ്റ് വന്നിട്ടത്. ഇതിലോട്ട് നമ്മൾ മിൽക്ക് മെയ്ഡൊന്നും ഒഴിക്കുന്നില്ല, എന്നാലും മിൽക്ക് മെയ്ഡിൻ്റെയൊക്കെ നല്ലൊരു ഫ്ലേവർ വരും. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് എങ്ങനെ വളരെ ഈസി ആയിട്ട് ഈ പിങ്ക് കളർ നുറുക്ക് ഗോതമ്പ് പാൽപ്പായസം റെഡിയാക്കി എടുക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ 1/4 കപ്പ് നുറുക്ക് ഗോതമ്പ് എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ട് തന്നെ കഴുകിയെടുക്കാം. ഇനി ഇതിൽ ഞാൻ 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. നമുക്ക് ഇനി ഇത് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. പ്രഷർ കുക്കറിലായതുകൊണ്ട് 2 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കണം. ഇനി അടുപ്പിലൊക്കെ വേവിച്ചെടുക്കണമെങ്കിൽ ഈ നുറുക്ക് ഗോതമ്പ് നല്ല സോഫ്റ്റ് ആയിട്ട് വരണം, അതുവരെ വേവിച്ചെടുക്കാം. നമ്മൾ ഒരുപാട് സ്ട്രെയിനൊന്നും ഇല്ലാണ്ട് ഉണ്ടാക്കുന്ന പായസമാണ്. അപ്പോൾ നമ്മുടെ ഈ പാൽപ്പായസം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനൊരു പ്രഷർ കുക്കറാട്ടോ എടുത്തിട്ടുള്ളത്. ഞാൻ പിങ്ക് പാലടയുടെയൊക്കെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടില്ല, ഏകദേശം അതുപോലെ തന്നെ ഉണ്ടാക്കുന്ന ഒരു പാൽപ്പായസമാണിത്. ഒരു പിങ്ക് കളറൊക്കെ തന്നെ ആയിരിക്കും കേട്ടോ ഈ പായസം. ഇനി ചൂടായ പ്രഷർ കുക്കറിലോട്ട് ഞാൻ പഞ്ചസാര ചേർത്തിട്ട് കാരമലൈസ് ചെയ്തെടുക്കുകയാണ്. നമ്മുടെ പഞ്ചസാര കാരമലായിട്ട് വരട്ടെ. ഇത് 1/4 കപ്പ് പഞ്ചസാരയുണ്ട്. ഞാനിവിടെ 1/4 കപ്പ് നുറുക്ക് ഗോതമ്പല്ല എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിലോട്ട് നമുക്ക് 1/2 കപ്പ് പഞ്ചസാര ചേർക്കണം. അപ്പോൾ ഞാൻ 1/4 കപ്പ് എടുത്തിട്ട് കാരമലൈസ് ചെയ്തെടുക്കുന്നുണ്ട്. ബാക്കി 1/4 കപ്പ് നമുക്ക് ഡയറക്റ്റ് തന്നെ ചേർക്കുകയാണ് വേണ്ടത്. ഇപ്പോൾ നമ്മുടെ പഞ്ചസാര കാരമലായിട്ട് വന്നിട്ടുണ്ട്. ഇത് കരിഞ്ഞു പോകരുത് കേട്ടോ, ജസ്റ്റ് ഈ കളർ വന്നാൽ മതി. ഇനി നമുക്ക് ഇതിലോട്ട് പാൽ ഒഴിക്കുകയാണ് വേണ്ടത്. ഞാനിവിടെ 1 ലിറ്റർ പാലാണ് ഒഴിക്കുന്നത്. ഇവിടെ ഞാൻ എടുത്തിട്ട് 5 ലിറ്ററിൻ്റെ പ്രഷർ കുക്കറാണ്. 3 ലിറ്ററിൻ്റെ പ്രഷർ കുക്കർ ആയാലും മതി കേട്ടോ. ഇനി ഞാൻ ഈ പാല് ഇതിലോട്ട് ഒഴിക്കുകയാണ്. നാടൻ പാലാട്ടോ ഇത്. നമ്മുടെ കാരമലായിട്ടുള്ള പഞ്ചസാര അടിയിൽ പിടിച്ചിട്ടുണ്ട് കേട്ടോ. 1-2 പീസസൊക്കെ ഇവിടെ കിടക്കുന്നുണ്ട് പഞ്ചസാരയുടെ. ഇനി നമുക്കിത് ലൈറ്റ് ബ്രൗൺ നിറാകുന്നതിന് വേണ്ടി വെക്കാണ് വേണ്ടത്. അപ്പോൾ അതിന് മുൻപായിട്ട് നമുക്കിതിലോട്ട് കുറച്ച് പഞ്ചസാര ചേർക്കാം. ടോട്ടൽ 1/2 കപ്പാണ് ചേർക്കേണ്ടത്. ഇനി നമുക്ക് ഈ പ്രഷർ കുക്കർ അടച്ചു വയ്ക്കാം. ഇനി നമുക്കിത് വെരി ലോ ഫ്ലെയിമിൽ 20 മുതൽ 25 മിനിറ്റ് വരെ വെക്കണം കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ പാലൊക്കെ നന്നായിട്ട് കുറുകി നല്ല ടേസ്റ്റുള്ള ഒരു ഗ്രേവി പോലെ ആയിട്ട് വരും കേട്ടോ. അത്രയും ടേസ്റ്റ് ഉള്ളതായിരിക്കും ഇത്. 20 മിനിറ്റിന് ശേഷം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിരിക്കാം കേട്ടോ. ഈ സമയത്ത് 1 വിസിൽ പോയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്ത് പ്രഷർ പോട്ടെ. അതിനുശേഷം നമുക്ക് കുക്കർ തുറക്കാം. ഫ്രണ്ട്സ്, ഇപ്പോൾ നമ്മുടെ കുക്കറിലെ പ്രഷർ പോയിട്ടുണ്ട്. ഇനി നമുക്ക് പ്രഷർ കുക്കർ തുറക്കാം. നല്ല ബ്രൗൺ കളറായിട്ടുള്ള നമ്മുടെ പായസത്തിന് വേണ്ടിയിട്ടുള്ള ഗ്രേവി അല്ലെങ്കിൽ ലിക്വിഡ് പോർഷന് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ മധുരം ഒന്ന് ചെക്ക് ചെയ്യാം നമുക്ക്. അത്യാവശ്യം നല്ല മധുരം തന്നെ ഉണ്ട്. ഇത് ഞാൻ നേരത്തെ വേവിച്ചെടുത്തിട്ടുള്ള നുറുക്ക് ഗോതമ്പാണ്. ഇനി ഈ ഗോതമ്പ് നമുക്ക് ഈ പായസത്തിലോട്ട് ചേർക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് വീണ്ടും 2 വിസിൽ വരുന്നത് വരെ അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കണം. ഇത് ഈ പായസത്തിൻ്റെ മധുരം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് 2 തരി ഉപ്പ് ഞാൻ ഇതിലോട്ട് ചേർക്കുന്നുണ്ട്. ഇനി ഇവിടെ ഇപ്പോൾ ഞാൻ കല്ലുപ്പാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇനി പൊടിയുപ്പാണ് ഉപയോഗിക്കുന്നതെങ്കിൽ 2 പിഞ്ച് ഉപ്പ് ചേർത്താൽ മതി കേട്ടോ. നമുക്ക് ഇനി ഇത് അടച്ചു വെച്ചിട്ട് 2 വിസിൽ വരുന്നത് വരെ ലോ ഫ്ലെയിമിൽ വെക്കണേ. 2 വിസിൽ വന്നിട്ടുണ്ട്. പാല് ചെറുതായിട്ട് പുറത്ത് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതിൻ്റെ അകത്ത് പ്രഷർ പോയതിന് ശേഷം നമുക്ക് കുക്കർ തുറക്കാം. ഇപ്പോൾ നമ്മുടെ കുക്കറിൽ പ്രഷർ പോയിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കർ തുറക്കാം. നല്ല ബ്രൗൺ കളറായിട്ടുണ്ട് അല്ലേ? നമുക്ക് പായസം ഒന്ന് മിക്സ് ചെയ്യാം. നല്ല തിക്കായിട്ടുള്ള പായസം തന്നെയാണ്. പിങ്ക് പാലടയുടെ അതേ ടേസ്റ്റ് തന്നെയാണ്. ഇതിലോട്ട് നമ്മൾ മിൽക്ക് മെയ്ഡൊന്നും ചേർക്കുന്നില്ല, എന്നാലും മിൽക്ക് മെയ്ഡിൻ്റെയൊക്കെ ഒരു ടേസ്റ്റും ഫ്ലേവറൊക്കെ വരും കേട്ടോ. കാരണം ഇപ്പോൾ കാരമലൈസ്ഡ് ഷുഗറിൽ കിടന്നിട്ട് പാല് തിളച്ചൊന്നുമില്ലേ, അപ്പോൾ ഒരു മിൽക്ക് മെയ്ഡിൻ്റെ ഒരു ടേസ്റ്റൊക്കെ വരും. നല്ല കിടിലനായിട്ടുള്ള പിങ്ക് നുറുക്ക് ഗോതമ്പ് പായസമാണ് കേട്ടോ ഇത്. നുറുക്ക് ഗോതമ്പ് പാൽ പായസം. ഇനി പായസത്തിന് നല്ലൊരു ഫ്ലേവർ വേണ്ടേ. അപ്പോൾ സാധാരണ പായസത്തിലോട്ട് ചേർക്കുന്നത് പോലെ തന്നെ ഏലക്കയും നല്ല ജീരകവും അതുപോലെ തന്നെ ചുക്കും കൂടെ ഒരേ അളവിലെടുത്തിട്ട് മിക്സ് ചെയ്തിട്ട് പൊടിച്ചെടുത്തതാണിത്. ഇതൊരു 1/2 ടീസ്പൂണിൻ്റെ. ഇത് നമുക്ക് ചേർക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലോട്ട് നമുക്കൊരു 1 ടേബിൾ സ്പൂൺ ബട്ടർ കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്താൽ നമ്മുടെ പാൽപ്പായസം, പിങ്ക് പാൽപ്പായസം റെഡിയായി. എന്നാൽ ഞാൻ ഇതിലോട്ട് കുറച്ച് നട്ട്സും റൈസൻസും ഒക്കെ ചേർക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ ഞാൻ ഒരു 1.5 ടേബിൾ സ്പൂണോളം ബട്ടർ എടുത്തിട്ടുണ്ട്. നമ്മുടെ ബട്ടർ ചൂടായി വരട്ടെ. ബട്ടറോ അല്ലെങ്കിൽ നെയ്യോ ഉപയോഗിക്കാം. ഞാനിത് സെർവിങ് ബൗളിലോട്ട് മാറ്റിയാണേ. അത്യാവശ്യം നമ്മൾ സാധാരണ ചെറിയ പായസ ഗ്ലാസ്സിൽ സെർവ് ചെയ്യുകയാണെങ്കിൽ ഒരു 5-6 പേർക്ക് നന്നായിട്ട് തന്നെ സെർവ് ചെയ്യാണ്ടാവും കേട്ടോ ഇത്. ഇപ്പോൾ നമ്മുടെ ബട്ടർ മെൽറ്റായി വന്നിട്ടുണ്ട്. ഇതിലോട്ട് നമുക്കൊരു 5-6
കാഷ്യൂനട്ട് ചേർത്തിട്ട് ഫ്രൈ ചെയ്യാം. നമ്മുടെ കാഷ്യൂനട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് 1-2 ടേബിൾ സ്പൂൺ റൈസിൻസ് കൂടെ ചേർക്കാം. ഇതുകൂടെ ഒന്ന് ഫ്രൈ ആവട്ടെ. ഇനി നമുക്കിത് നമ്മുടെ പായസത്തിൻ്റെ മുകളിലായിട്ട് ഒഴിക്കാം. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കുകയൂടെ ചെയ്യാം കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം വേണം നമുക്കിത് സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട്. കണ്ടില്ലേ, നല്ല തിക്കായിട്ടുള്ള നല്ല പായസം, നല്ല പിങ്ക് കളറായിട്ടുള്ള പായസമാണിത്. അപ്പോൾ ഫ്രണ്ട്സ്, നല്ല അടിപൊളി പാൽ പായസമാണ്, പിങ്ക് കളർ പാൽ പായസം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീണ്ടും നല്ല അടിപൊളി റെസിപ്പികളുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.